അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് ഇഖ്ലാസിൻ്റെ അവസാന ഭാഗം വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമാരുമില്ല. ഇവിടെയും ജബ്ബാർ പറയുന്നത് ഇതും അബദ്ധമാണ്. അള്ളാഹുവിന് തുല്യമായിട്ട് പലരും ഉണ്ട്, അള്ളാഹു പലതിനോടും അവനെ തന്നെ സാമ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അതിന് ഉദാഹരണം പറയുന്നത് അള്ളാഹു നൂറു സമാവാത്തി വൽ അർള് എന്ന സൂറത്ത് നൂറിലെ ആയത്താണ്. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ നേർക്ക് നേരുള്ള അർത്ഥം. ഇത് അതിൻ്റെ നേർക്ക് നേരുള്ള അർത്ഥത്തിൽ തന്നെ എടുത്താൽ ഈ പ്രകാശം, വെളിച്ചം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ കാഴ്ചപ്പാടെന്താണ്? മനുഷ്യന് അവൻ്റെ കണ്ണിൽ കാണാവുന്ന സംഗതികളെ അവൻ്റെ കണ്ണിൽ പ്രകാശിപ്പിക്കുന്ന, അതിൻ്റെ രൂപങ്ങൾ അവൻ്റെ കണ്ണിലേക്ക് എത്തിക്കുന്ന പ്രകാശത്തെ സംബന്ധിച്ച് മനുഷ്യൻ പ്രകാശം എന്ന് പറയും. അതേ അവസരം ഈ പ്രകാശമല്ലാത്ത മറ്റൊരു സംഗതിയെ സംബന്ധിച്ചും മനുഷ്യൻ പ്രകാശം എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു പോയി നിൽക്കുക, അയാളെ ബഹുമാനിച്ചുകൊണ്ട് അയാളുടെ ഗുണഗണങ്ങൾ എണ്ണി പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, അയാൾ നാട്ടിനൊരു വെളിച്ചമായിരുന്നു. എന്താണ് ഈ നാട്ടിനൊരു വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം? നാട്ടിലുള്ള എല്ലാ സംഗതികളും നമ്മൾ കണ്ടിരുന്നത് അയാൾ ജീവിച്ചിരുന്നപ്പോഴാണ്. അയാൾ മരിച്ചതോടുകൂടി എല്ലാം ഇരുട്ടിലായി, നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. അതിന് മറ്റൊരർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൂറു സമാവാത്തി വൽ അർള് എന്ന് പറയാം. മറ്റൊന്ന്, ഇതിൻ്റെ ആശയം എന്താണ്? ഈ ആകാശഭൂമികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിർമ്മിതിയും അതിൻ്റെ നിലനിൽപ്പും മാത്രമല്ല, അത് സഞ്ചരിക്കാനുള്ള അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള നിയമവും വ്യവസ്ഥയും ഒക്കെ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു നിശ്ചയമനുസരിച്ചാണ് ആകാശഭൂമികളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നിൽക്കുന്നത് എന്നതോടൊപ്പം തന്നെ എന്നതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ധർമാധർമ്മങ്ങൾ വിവേചിച്ചറിയാൻ പറ്റുന്ന, അവൻ്റെ ജീവിത വിജയപരാജയങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതിനും വെളിച്ചം എന്ന് പറയും. ഈ വെളിച്ചം എവിടെ നിന്ന് കിട്ടുന്നു? ആകാശത്തിന് ഈ വെളിച്ചം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് പോലെ ഈ മനുഷ്യനും ഈ വെളിച്ചം കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് ഈ ആയത്ത് പറയുന്നത്. എന്നിട്ട് മസലു നൂരിഹി കമിഷ്കാത്തിൻ എന്ന് തുടർന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ എന്താണ്? അവിടെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഗതി പറയുന്നത്. മനുഷ്യന് ഒന്നുകിൽ അവന് ഈമാൻ, അള്ളാഹുവിനെ അവൻ വിശ്വസിക്കണമെന്ന് നിർബന്ധമായി നിർദ്ദേശിച്ചിട്ടുള്ള സംഗതികൾ അത് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാം, അല്ലെങ്കിൽ അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാം. ഇതാണ് മനുഷ്യൻ്റെ മുമ്പിലുള്ള മാർഗം എന്ന് പറഞ്ഞത്. അതിൽ അവൻ്റെ സ്വീകാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവന് ജീവിതത്തിൽ അവൻ്റെ ജീവിത വിജയത്തിന് നിദാനമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്ന ഈമാൻ എന്ന് പറയുന്ന സംഗതി അവൻ ഉൾക്കൊള്ളുമ്പോൾ, ആ ഈമാനുമായി ബന്ധപ്പെട്ട് അവന് ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവൻ സ്വീകരിക്കാൻ നിർബന്ധമായി സ്വീകരിക്കാൻ അവനോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംഗതി, ഈ സംഗതി ആണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാൻ എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ കരുപ്പിടിക്കുന്നത്? അവിടെ ഈമാൻ എന്ന് പറയുന്നത് മസലു നൂരിഹി കമിഷ്കാത്തിൻ, അത് ചുമരിൽ വെക്കുന്ന ഈ വെളുക്കാൻ വേണ്ടി പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന പൊത്തിനാണ് മിഷ്കാത്ത് എന്ന് പറയാം. ആ മിഷ്കാത്ത് പോലെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഈ ചുമരിൽ വിളക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊത്തിനോട് അതിനെ താരതമ്യപ്പെടുത്താം. എന്നിട്ട് പിന്നെ പറയണത് എന്താണ്? ഫീഹാ മിസ്ബാഹ്. ആ പൊത്തിൽ, ആ മിഷ്കാത്തിൽ, പൊത്തിൽ ഒരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ. ആ വിളക്ക് എന്ന് പറയുന്നത് അത് പളുങ്കിനാൽ നിർമ്മിതമാണ്. അസുജാജത്തു കഅന്നഹ കൗകബുൻ ദുർരിയ്യുൻ. ആ വിളക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വിളക്ക് ഈ പളുങ്കിനാൽ നിർമ്മിതമായിട്ടുള്ള ഈ വിളക്ക് അത് കൗകബുൻ ദുർരിയ്യുൻ, ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിന് സമാനമാണ് എന്നാണ്. എന്നിട്ട് അതിന് കത്തിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് അത് കിഴക്കും പടിഞ്ഞാറും അല്ലാത്ത, പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെയിലേറ്റ് ശുദ്ധമായിട്ടുള്ള എണ്ണ നൽകുന്ന ഒരു
ലാ ഷർക്കിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ, അത് പാശ്ചാത്യമല്ല പൗരസ്ത്യമല്ല പറഞ്ഞാൽ നന്നായിട്ട് വെയിലേൽക്കുന്ന സ്ഥലത്ത് വളർന്നിട്ടുള്ള ഒരു ഒലീവ് മരത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണയ്ക്ക് സമാനമാണ്. ഈ എണ്ണ അതിൽ ഒഴിച്ചിട്ട് അതിന് തീ കൊളുത്തിയാൽ അത് കൂടുതൽ പ്രകാശം ഉണ്ടാവും. ഇനി തീ കൊളുത്തിയിട്ടില്ലെങ്കിലും അതിന് പ്രകാശം ഉണ്ടാവും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ള ഈമാൻ, ഇവിടെ ഈമാന് ഖുർആനോ അതുപോലുള്ള വേദങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും വിശ്വാസിയുടെ മനസ്സിലുള്ള ഈ ഈമാൻ സ്വയം തന്നെ പ്രകാശിക്കുന്നതാണ്. കാരണം അവൻ്റെ മനസ്സിലുള്ളത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളാണ്, അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസമാണ് അയാളെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ അത് സ്വയം തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം അതിന് കൂടുതൽ തിളക്കം നൽകുന്നതാണ് ഈ ഒലീവ് എണ്ണയോട് സാമ്യപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വേദത്തിലുള്ള നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. ആ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിശ്വാസമാകുന്ന ഈ വെളിച്ചത്തിന് കൂടുതൽ തിളക്കം കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിനെ ഉദാഹരിക്കാൻ വേണ്ടിയാണ് ഇവിടെ അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്നുള്ള ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അല്ലാതെ അള്ളാഹു പ്രകാശമാണ് അല്ലെങ്കിൽ പ്രകാശത്തിന് തുല്യനാണ് എന്നൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അത് പഠിച്ചിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഖുർആനെ എങ്ങനെയെങ്കിലുമൊക്കെ താറടിച്ച് കാണിക്കണമല്ലോ. അതിനു വേണ്ടി ജബ്ബാറിനെ പോലുള്ള ആൾ, യഥാർത്ഥത്തിൽ ഇതൊന്നും ജബ്ബാർ കണ്ടെത്തിയിട്ടുള്ളതുമല്ല. ജബ്ബാർ മറ്റുള്ളതൊക്കെ വായിച്ചെടുത്തിട്ട് മൂപ്പരുടേതായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഓറിയൻ്റലിസ്റ്റുകളും മറ്റുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള സംഗതി ജബ്ബാർ ഇപ്പം അങ്ങനെ ഉരുവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലാകൃഷ്ടനായിട്ടാണ് ജബ്ബാർ ഖുർആനെ വിമർശിക്കുന്നത്, അള്ളാഹിനെ വിമർശിക്കുന്നത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹുവിന് സമാനമായിട്ട് ഇതിനെ പ്രതിഷ്ഠിക്കുകയോ അള്ളാഹുവിന് സമാനമാണ് ഇത് എന്ന് അള്ളാഹു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല സൂറത്ത് ശൂറയിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് സമം അള്ളാഹു അല്ലാത്ത മറ്റൊന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിന് സമം അല്ല മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മറ്റൊന്നിനോട് സാമ്യപ്പെടുത്താൻ പാടില്ല. വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് നിങ്ങൾ യാതൊരു സമന്മാരെ അല്ലെങ്കിൽ സാമ്യത എടുത്ത് കാണിക്കാൻ പാടില്ല, അങ്ങനെ സങ്കല്പിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ തീർത്തും സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരസ്തിത്വമാണ് അള്ളാഹു എന്നാണ് വിശുദ്ധ ഖുർആന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്നതിൻ്റെ താല്പര്യവും. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ അള്ളാഹുവിന് സമന്മാരുണ്ടെന്നും അള്ളാഹു ഒറ്റക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ഇഖ്ലാസിൻ്റെ താല്പര്യത്തിന് അതിൻ്റെ അധ്യാപനത്തിന് നേർവിപരീതമായിട്ടുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത.